എന്റെ അഭിപ്രായം. നിങ്ങളെ മാത്രമല്ല, അനന്തം മാഷിനെയും കൂടി പങ്കെടുപ്പിക്കാനായി എന്റെ ശ്രമം. മിക്കവാറും നാളെ അങ്ങേരും കൂടെ കല്യാണത്തിനുണ്ടാവും. മാഷ് പങ്കെടുക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും വരും, അല്ലേ വിനയ? ഇല്ലമ്മേ, ഇതൊക്കെ സുശീല ആന്റിയുടെ ഒരു കളിയാ. ഈ കല്യാണം ആന്റി നടത്തുന്നതുകൊണ്ട് തന്നെ അച്ഛൻ അതിൽ പങ്കെടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ആ, ഇതാണ് വിനയ ദുരഭിമാനം എന്ന് പറയുന്നത്. ഈ അനന്തമാഷ് പണ്ടേ ഇങ്ങനെയാ. അങ്ങേര് വലിയൊരു തറവാട്ടിലെ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് കെട്ടിയതാണെങ്കിലും വേറെ ആരും സ്നേഹിച്ചു കെട്ടുന്ന ആ മാഷിന് ഇഷ്ടമല്ല. ഓ, നിങ്ങൾക്കൊക്കെ അറിയോ, പണ്ട് ആ അനുപമയും രഘുവും തമ്മിൽ പ്രേമത്തിലായിരുന്നു. പക്ഷെ മാഷ് അവരെ ഒരുമിപ്പിക്കാൻ തയ്യാറായില്ല. ഇന്ദ്രൻ കല്യാണം ആലോചിച്ച് ചെന്നപ്പോ അനുപമയെ അവന് കെട്ടിച്ചു കൊടുത്തു. എന്തു പറയാനാ, മുടക്കാച്ചിറക്കായി നിന്ന അമ്പിളിയെ നിർബന്ധിച്ച് മരുമകന്റെ തലയിൽ കെട്ടിവെച്ചു. അവൻ രഘു മാസിലുണ്ടെന്നേ ഉള്ളൂ. അവനെ പോലൊരു പോങ്ങൻ ലോകത്ത് കാണില്ല. ആ, പിന്നെ ചീരുവിന്റെ കാര്യം. അവളും എന്റെ സത്യനും തമ്മിൽ മുടിഞ്ഞ പ്രേമമായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആനന്ദ മാഷിന്റെ ഒറ്റ കടുംപിടുത്തം കാരണമാ അവര് കല്യാണം കഴിക്കാതെ പോയത്. ആ, അതൊരു കണക്കിന് നന്നായെന്നേ ഞാൻ പറയൂ. എനിക്ക് ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തിയല്ലേ സഹിക്കേണ്ടി വന്നുള്ളൂ. ഇപ്പോ അതേ രീതിയിൽ തന്നെയാ ഇളയ മകളുടെ കാര്യത്തിൽ അനന്തമാഷ് തുടരുന്നത്. അല്ലാതെ ആ ചെറുക്കന് എന്താ ഒരു കുഴപ്പം? പഠിപ്പില്ലേ, സൗന്ദര്യമില്ലേ, നല്ല അന്തസ്സുള്ള കുടുംബവും. അവക്ക് അവനെ വേണ്ടൂന്ന് വാശി പിടിച്ചാ ആ മാഷ് കഥങ്ങ് നടത്തി കൊടുത്താൽ എന്താ? അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ മാത്രമല്ല, ഞങ്ങളൊക്കെ അതിനെതിരെ. അതുകൊണ്ട് ആന്റി ഈ കല്യാണം നടത്തി കൊടുക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ പറയും.